ഇതൊരു വാർത്തയുടെ തുടക്കമല്ല. ഒരുപക്ഷെ മാസങ്ങളായി തീയും പുകയും വിഴുങ്ങിയ ഒരു ഭൂമിയുടെ നെഞ്ചിൽ ആദ്യമായി വീഴുന്ന മഴത്തുള്ളിയുടെ ശബ്ദമാണ്. മധ്യപൂർവേഷ്യയുടെ മരുഭൂമിക്കാറ്റിൽ ഏറെക്കാലമായി മുഴങ്ങിക്കൊണ്ടിരുന്നത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും മിസൈലുകളുടെ വിളിയുമായിരുന്നു. എന്നാൽ ഇന്ന് ആ കാറ്റിൽ മറ്റൊരു ശബ്ദം കലരുന്നു, സമാധാനത്തിന്റെ പ്രതീക്ഷ. അമേരിക്കയുമായുള്ള ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ധാരണ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും അടുത്ത ഘട്ടത്തിലെത്തിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിലും പ്രധാനമായി ഈ ധാരണ യാഥാർത്ഥ്യമായാൽ ലെബനൻ ഉൾപ്പെടെ എല്ലാ യുദ്ധമുന്നണികളിലും സംഘർഷം അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാദ്യമായാണ് ഇറാൻ ഇത്ര വ്യക്തവും ആത്മവിശ്വാസപൂർവവുമായ ഭാഷയിൽ സമാധാന സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്. മുൻപൊരിക്കലും ഇത്രയധികം അടുത്തെത്തിയിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി എക്സിലൂടെയാണ് അറിയിച്ചത്. അതേസമയം കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ആസ്തികൾ വിട്ടുനൽകുന്നതടക്കം കരാറിലുണ്ടെന്ന് നേരത്തെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് JD വാൻസും അടക്കം രംഗത്തെത്തുകയും ചെയ്തു. ഇതിനിടെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ എക്സിലൂടെയുള്ള പ്രസ്താവന പുറത്തുവന്നത്.